ഫഹദ് ഫാസിൽ മലയാള സിനിമയിലെ പുത്തൻ താരോദയം. അഭിനയശേഷി കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നിയെങ്കിലും വലിയൊരു ദൂരം പിന്നിട്ടിരിക്കുന്നു ഫഹദ് ഫാസിൽ. ഇപ്പോൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുന്നു ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ ക്ലോസ് എൻകൗണ്ടറിൽ. നമസ്കാരം ശ്രീ ഫഹദ് ഫാസിൽ. അഭിനയശേഷി ഇല്ല എന്നൊരു പേരുദോഷം ഇതിനോടകം മാറ്റാൻ കഴിഞ്ഞോ? എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് എത്ര പേരിലേക്ക് ഇത് എത്തിപ്പെട്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഈ ഒരു 8 വർഷത്തെ ഗ്യാപ്പും ഇതൊന്നും ഒരു റിവെഞ്ച് സ്റ്റോറിയൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ സിനിമ എങ്ങനെയൊക്കെ സംഭവിക്കുകയായിരുന്നു. സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ്, ആൾക്കാർ പറയുന്ന ഇമ്പ്രൂവ്മെൻറ്റിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സാണ്. അവർ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു പ്രിപ്പറേഷനൊന്നും എടുക്കുന്ന ആക്ടറല്ല ഞാൻ. എനിക്ക് അവർ ക്ലിയർ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്ലിയറായി എന്ത് ചെയ്യണമെന്ന് ഫാസിൽ പറഞ്ഞു തന്നില്ല എന്നൊരു അർത്ഥമുണ്ടോ ഇതിൽ? അതിൽ ആ അർത്ഥമില്ല. ഡെഫിനറ്റ്ലി ഒരു ഫാദർ സൺ റിലേഷൻ ആയിരിക്കില്ല രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം എല്ലാ രീതിയിലും എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു ആക്ടറിന് അങ്ങനെ ഒരു അതിരുകൾ വരാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ഇനി ഞാൻ വാപ്പയായിട്ട് ചെയ്യുന്ന പടത്തിൽ അതിനേക്കാൾ കുറെ കൂടെ നന്നാക്കാൻ ശ്രമിക്കുമായിരിക്കും. ആദ്യത്തെ സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹം ഫാസിലിൻ്റെതായിരുന്നോ അതോ ഫഹദിൻ്റെതായിരുന്നു? വാപ്പയുടെ ആയിരുന്നു. ഞാനന്ന് ഒന്നും എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. എന്താണ് മുന്നോട്ടെന്നുള്ളതൊന്നും ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. വാപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു. സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ തെറ്റായ കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരു തോന്നൽ ഫാസിലുണ്ടായിരുന്നോ? പിന്നെ മകൻ എന്നൊരു മാർജിൻ വെച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുക, അങ്ങനെയായിരുന്നോ? അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാപ്പ അന്ന് ഹാപ്പി ആയിരുന്നു. ആ പടത്തിൻ്റെ പ്രോഗ്രസും കാര്യങ്ങളും. ആ പടത്തിൻ്റെ ഫെയിലിയറിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. കാരണം ഡയറക്ടർ ഫാസിലിൻ്റെ മകൻ അഭിനയിക്കാൻ വരുമ്പോൾ ഒരു പാക്കേജ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു. അയാൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയും, അയാൾക്ക് ഹോഴ്സ് റൈഡിങ് അറിയും, കരാട്ടെ അറിയും. ഇതൊന്നും ഇല്ലായിരുന്നു എനിക്ക് വന്ന് നടനാകാനുള്ളൊരു സാവകാശം ഇല്ല എന്നുള്ളത് എനിക്ക് പടം തുടങ്ങിക്കഴിഞ്ഞും റിലീസ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായത്. സിനിമ പൊളിയുന്നു എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തോന്നിയിരുന്നോ ഫഹദിന്? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. തിയേറ്ററിലെത്തിയ ആളുകൾ സ്വീകരിക്കാഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഒരു ട്രിപ്പിലായിരുന്നു. കാരണം ചുറ്റും അറിയാവുന്ന ആൾക്കാരാണ്, സ്വന്തം പ്രൊഡക്ഷനാണ്, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. പിന്നെ അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് വർക്ക് ചെയ്യും എന്നെല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മറ്റൊരു സൈഡ് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഒരു പക്ഷേ അതായിരിക്കാം എനിക്കിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. ആ പടം ഓടിയിരുന്നെങ്കിൽ ഞാനും അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷേ ആ പടത്തിൻ്റെ ഫെയിലിയറാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ്. ആ സിനിമ പൊളിഞ്ഞു. അതിനുശേഷം ഈ ചിന്ത ഏത് രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഫഹദിനെ നയിച്ചത്? എനിക്ക് ഇമ്മീഡിയറ്റ്ലി അന്ന് എനിക്ക് വേണ്ടത് എനിക്ക് മാറി നിൽക്കണമായിരുന്നു. ഞാൻ മാത്രമുള്ളൊരു സ്ഥലത്ത് നിൽക്കണമായിരുന്നു. അങ്ങനെയാണ് US പോയത്. US പോയി അവിടെ ഒരു 5 വർഷം, ഓൾമോസ്റ്റ് 6 years. ആ സമയത്തും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ പോയത് തന്നെ പഠിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് പോയത്. കുറച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു എഞ്ചിനീയർ ആകാൻ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞാൻ പിന്നെ ചെയ്ത് ഫിലോസഫിയാണ്. അമേരിക്കയിൽ അഭിനയം പഠിക്കാൻ പോയിരിക്കുകയാണെന്ന കഥകൾ ഉണ്ടായിരുന്നു. ഒരടിസ്ഥാനവുമില്ല. ഞാൻ ഒരു ആക്ടിംഗ് ക്ലാസ്സിൽ പോലും ഞാൻ ഇരുന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം സിനിമയിലേക്ക് വീണ്ടും പോകാനുള്ള ആഗ്രഹം തോന്നിയപ്പോൾ ഫാസിലിനോട് സംസാരിച്ചിരുന്നു? ഇല്ല. ഞാൻ കേരള കഫേ ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഞാൻ പറഞ്ഞത് ഞാൻ അഭിനയിക്കാൻ പോവാണ്. അപ്പം ഒന്നും ചോദിച്ചില്ല. ഐ യു ഷുവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ എം നോട്ട് ഇൻ ഡൗട്ട് എന്ന് പറഞ്ഞു. മൃത്യുഞ്ജയത്തിലേക്ക് വന്നാൽ അവിടെ നിന്ന് പിന്നെ അത്ഭുതകരമായ മാറ്റമാണ് ഫഹദിന് സംഭവിക്കുന്നത്. എന്തായിരുന്നു ആ മാറ്റത്തിൻ്റെ കാരണങ്ങൾ? ഞാൻ സിൻസിയറായിട്ടാണ് ഇപ്പോൾ സിനിമയെ കാണുന്നത്. ഞാൻ ഒരു ഷോട്ടെങ്കിൽ ഒരു ഷോട്ട് അത് ചെയ്യുമ്പം അതെൻ്റെ മനസ്സിൽ നിന്ന് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും. അത്ര അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യാറില്ല. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ എന്ത് ഫ്രീക്വൻസിയിലാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക എന്നല്ലാതെ ഒരു പ്രിപ്പറേഷൻസും ഞാൻ ചെയ്യാറില്ല. ഐ ജസ്റ്റ് ഡു തിങ്സ് സിൻസിയർലി. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സമീർ താഹിർ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് സിനിമയെ പറ്റി ഏറ്റവും നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് ആ സിനിമ ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ്. ചാപ്പാക്കുരിശിന് മുൻപല്ലേ കോക്ടെയിൽ ചെയ്യുന്നത്? അതെ, കോക്ടെയിൽ അനൂപ് വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സെലിബ്രേഷന് വേണ്ടി ചെയ്ത പടമാണ്.
കോക്ടെയിൽ ചെയ്യുമ്പോൾ പിന്നീട് ഫഹദ് എങ്ങനെ വളർന്നോ അതിൻ്റെ ചില ആദ്യ സ്ഫുരണങ്ങൾ അതിൽ കാണാം. ഒരു ഉദാഹരണത്തിന് അനൂപ് മേനോൻ ചതിക്കുന്നു എന്ന നിലയിലുള്ള വിവരം അറിയുമ്പോൾ ഫഹദിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, നോ വേ നോ വേ എന്ന് പറയുന്ന റെൻഡറിങ്ങിൻ്റെ രീതിയിലുമൊക്കെ വളരെ പക്വതയോടെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്ന ഒരു ആക്ടറിൻ്റെ തുടക്കം കാണാം. കോക്ടെയിലിൽ എന്തായിരുന്നു വ്യത്യാസം? കോക്ടെയിലിൽ അനൂപിന് എന്നെ നന്നായി അറിയാം. അപ്പോൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കേണ്ടെന്ന് അനൂപിന് വ്യക്തമായിട്ട് അറിയാം. ഞാനും അനൂപായിട്ടുള്ള സൗഹൃദം ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരുമിച്ച് സിനിമാ സ്വപ്നം കണ്ട ആൾക്കാരാണ്. ഞാൻ അമേരിക്കൻ തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യ കാലങ്ങളിൽ സിനിമ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രഞ്ജിയേട്ടനും അനൂപൊക്കെ ആയിട്ടാണ്. അപ്പോൾ അനൂപിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്യിച്ചു നോക്കിയാലോ. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചാപ്പാക്കുരിശാണ്. ഡെഫിനറ്റ്ലി. ഞാൻ കണ്ടിട്ടുള്ള ലൈഫിനോട് ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ആളാണ് സമീർ താഹിർ. അയാൾ ലൈഫിനോട് ഭയങ്കര സിൻസിയറാണ്. ഒരു ഫേക്ക്നെസ്സും ഇല്ല, ഒരു കള്ളത്തരവും ഇല്ല, ഒരു കാപട്യവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ആ സിനിമയെ കണ്ടത്. ഒരു ഫേക്ക്നെസ്സും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് ഈ അർജുൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെ ആയിരിക്കും സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വളരെ സിൻസിയറായിട്ടാണ് ഞാൻ സിനിമയെ കണ്ടത്. ചാപ്പാക്കുറിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രത്തിനും എനിക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ആ സിനിമ ചെയ്യാറില്ല. എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു എവിടെയെങ്കിലും എന്നിലൊരു അസോസിയേഷൻ ഇല്ലെങ്കിൽ ഞാൻ പടങ്ങൾ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. അത് ചാപ്പാക്കുറിച്ചിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമ. പല പടങ്ങളും വേണ്ട എന്ന് വെച്ചു വന്നപ്പോൾ പറയുകയുണ്ടായി. അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ ഒരു പടം ഹിറ്റാവുകയും ചെയ്തു. ഏത് പടം? ക്ലാസ്മേറ്റ്സ്. അതിലേത് കഥാപാത്രം? അത് ലാലുവേട്ടനും പറഞ്ഞിട്ടുള്ളതാണ്, നരേൻ ചെയ്ത ക്യാരക്ടർ. അത് വേണ്ടാന്ന് വെക്കാനുള്ള മെയിൻ കാര്യം സ്ക്രിപ്റ്റിൻ്റെ അല്ലായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് എക്സാം നടക്കുന്ന സമയമായിരുന്നു. അതല്ലാതെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ ഓടിയിട്ടുണ്ട് അവിടെ. എൻ്റെ ജഡ്ജ്മെൻ്റൊന്നും അല്ല. ഓടിയിട്ടുണ്ട് ഓടാത്ത പടങ്ങളുണ്ട്. പക്ഷേ ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്ത പടങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ പ്രൗഡാണ്. കമേഴ്ഷ്യൽ സിനിമകളല്ല പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലസ് വ്യത്യസ്തമായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്ഷൻ? അല്ല, ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. എനിക്ക് സിനിമ ഒരു ഫോമുലയുടെ പുറകെ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം പുതിയൊരു ഫോമുല ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഫോമുല ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റേഷനിൽ ഞാൻ ഭയങ്കര ബോധമാണ്. അപ്പം അതിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം ചെറിയ സിനിമകൾ, പ്രൊഡ്യൂസറിന് ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാത്ത പടങ്ങൾ. അങ്ങനെയാണ് ഞാൻ 22FKയും ചാപ്പാക്കുരിശും ഈവൻ ആഷിഖും സമീറും എല്ലാവരും ആ സിനിമയെ കണ്ടിരുന്നത്. ഡയമണ്ട് നെക്ലസ് എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഫസ്റ്റ് കമേഴ്ഷ്യൽ അറ്റംപ്റ്റാണ്. ഞാൻ വേറെ രീതിയിൽ ബിഹേവ് ചെയ്ത് ഞാൻ വേറൊരു രീതിയിൽ എന്നെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ചെറിയ ബജറ്റ് സിനിമ, അതുപോലെ തന്നെ പരീക്ഷണ സ്വഭാവമുള്ള സിനിമ, അതിൽ ഊന്നാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു നടന് ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളില്ല എന്ന് സംശയിക്കേണ്ടി വരും. അത്തരമൊരു സ്റ്റാർഡം ഒന്നും ആകർഷിക്കുന്നില്ല ഫഹദിനെ? ഇല്ല, എന്നെ ഒരിക്കലും ഫാസിനേറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു സ്റ്റാർ മെറ്റീരിയൽ അല്ല. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ സ്റ്റാർ മെറ്റീരിയൽ അല്ല. എനിക്കൊരു ആക്ടറായാൽ മതി, ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ളൊരു ആക്ടറായാൽ മതി, അല്ലാതെ വേറെ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. മൾട്ടിപ്ലക്സ് സിനിമകളുടെ സ്വഭാവമുള്ള ചിത്രങ്ങളിലാണ് ഫഹദ് ഇപ്പോൾ അഭിനയിച്ചു വരുന്നത്. മറ്റു ഭാഷകളിലും പ്രധാനമായും ബോളിവുഡിൽ ഈ മൾട്ടിപ്ലക്സുകൾ ഇപ്പോഴും ഒരു സക്സസ് ഫോർമുലയായിട്ടുമുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ ടൈപ്പായി നിർവചിക്കപ്പെടുമെന്നതാണ്. അത്തരം ഒരു ആശങ്കയില്ലേ? ഞാൻ അത്രയും ചിന്തിക്കാറില്ല. ഈ മൾട്ടിപ്ലക്സ് ഫിലിംസിനെ പറ്റി ഞാൻ പേഴ്സണലി ഒരു മൾട്ടിപ്ലക്സ് ഓഡിയനാണ്. കാരണം എനിക്ക് കാർ പാർക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ആരെങ്കിലും കൊണ്ടൊരു മൾട്ടിപ്ലക്സിൻ്റെ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്ത് ഓടിച്ചെന്ന് സിനിമ കാണുന്നതല്ലാതെ പിന്നെ ഈസിയറാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. പേഴ്സണലി എൻ്റെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ സിനിമകളിലൂടെ ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഇമ്രാൻ ഹാഷ്മി അത്തരമൊരു ഇംപ്രഷൻ മലയാള സിനിമയിൽ ഫഹദ് ഉണ്ടാക്കിയാൽ അത് നല്ലതായിരിക്കുമോ അതോ കുഴപ്പമായിരിക്കുമോ? ഭയങ്കര കുഴപ്പമായിരിക്കും. അത് ഞാനൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇമ്രാൻ ഹാഷ്മിയുടെ ഫ്രാങ്ക്ലി ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ആക്ടറും അല്ല പുള്ളി. അപ്പം എനിക്ക് വ്യക്തിപരമായി അത് കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കാണുന്നില്ല അതിന്. അങ്ങനെ ഒരു ലേബിൾ എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ലേബിളിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ സിനിമകളിൽ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ ചെയ്തത്. ഇപ്പോൾ ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ സിനിമയിൽ അയാളുടെ ഫോണിൻ്റെ അകത്തുള്ള കണ്ടന്റ് ജനങ്ങൾ കാണണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സീൻ ചെയ്തത്. ചാപ്പാക്കുരിശ് ചെയ്യുമ്പോൾ വിവാദമായേക്കാവുന്നൊരു ചുംബന സീൻ അഭിനയിക്കേണ്ടി വന്നു. ആ ഘട്ടത്തിൽ ഇത് തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു? 100%. ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമീർ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്തേനെ. ഇല്ല, രമ്യ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമീർ അത് അവോയ്ഡ് ചെയ്തേനെ.
സമീർ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇൻറ്റൻസിറ്റിയിൽ കാര്യങ്ങൾ വർക്കാണ്, നമുക്കത് എന്ത് ഓപ്ഷൻസാണ് ഉള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇനിഷ്യൽ പ്രപ്പോസൽ എൻ്റെ ആയിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു നമുക്കത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ രമ്യയെ കൺവിൻസ് ചെയ്യാൻ അത് സമീറാണ് സംസാരിച്ചത്, എനിക്കറിയില്ല. പക്ഷേ രമ്യ വൺസ് ഷീ സെഡ് യെസ്, ഇറ്റ് വാസ് യെസ്. പിന്നെ അവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പലപ്പോഴും നായികയ്ക്കും നായകനും ചുംബിക്കാൻ വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള ആശങ്ക സ്വാഭാവികമായും ആക്ടേഴ്സിന് ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു എന്നാണോ? രമ്യക്കുണ്ടായിരുന്നത് എനിക്കറിയില്ല, എനിക്കില്ലായിരുന്നു. സിനിമയിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നില്ല, അതിനേക്കാളൊക്കെ എത്ര രസമാണ് ഒരു ഉമ്മ. ഞാൻ അങ്ങനെ തന്നെ കണ്ടുള്ളൂ. ഇങ്ങനെ ഒരു സീൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫഹദിനും രമ്യയ്ക്കുമൊക്കെ. അതിൽ ഫഹദിന് നേരിടേണ്ടി വന്നൊരു കുസൃതി ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. താങ്കൾ അതിന് മറുപടിയും നൽകുകയുണ്ടായി. ഫസ്റ്റ് ടേക്കിൽ ആ ചുംബന സീൻ ഓക്കെ ആയോ എന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഉമ്മ നോക്കാൻ മിടുക്കനായതുകൊണ്ട് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ. Joint free close encounter